എഫേസ്യ ലേഖനത്തിലെ 2 പ്രാർത്ഥനകളാണ് ഉള്ളത്. ആദ്യത്തെ പ്രാർത്ഥന നമ്മൾ കണ്ടു, 1-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളിലായിരുന്നു. എന്നാൽ ഇത് 3-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളിലാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതായത് നമ്മൾ എന്ത് ആണ് നമ്മുടെ സ്റ്റാറ്റസ്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു അതില് ആദ്യത്തേത്. എന്നാൽ രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണോ നമ്മൾ മനസ്സിലാക്കിയത്, ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതായത് നമ്മുടെ വലിയ ധനത്തെക്കുറിച്ച്, കൃപാധനത്തെക്കുറിച്ച്, എഫേസ്യ ലേഖനം എപ്പോഴും ആ കൃപാധനത്തെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്, ഒരു പുസ്തകമാണ്. അപ്പോൾ ആ കൃപാധനം എന്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യമാണ്. എന്നാൽ ആ കൃപാധനം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നടപ്പാകും, അതെങ്ങനെ നമുക്ക് വിനിമയം ചെയ്യാൻ കഴിയുമെന്നുള്ളത് അതിലെ രണ്ടാമത്തെ ഭാഗമാണ്. ഈ രണ്ടാമത്തെ പ്രാർത്ഥനയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വലിയ സമ്പത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സമ്പത്ത് എങ്ങനെയാണ് നമുക്ക് സ്വന്തമാകുന്നത് എന്ന് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തുവിൽ നമ്മൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സമ്പന്നരായത്. എന്നാൽ ഇവിടെ പറയുന്നത് ക്രിസ്തു നമ്മിൽ വസിച്ചാൽ എന്ത് സംഭവിക്കുമെന്നാണ്. ക്രിസ്തുവിൽ നമ്മളുണ്ട് എന്നുള്ളത് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കാണിക്കുന്നു, നിത്യതയിലുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ കാണിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി കരുതിയ കരുതലിനെ, സ്നേഹത്തെയും നമുക്കുള്ള ധനത്തെ എല്ലാം കാണിക്കുന്നുവെങ്കിൽ ക്രിസ്തു നമ്മിൽ എന്നുള്ളത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന് പറയുന്നത് ഈ അത്യന്ത ധനം എങ്ങനെയാണ് നമുക്ക് പ്രാവർത്തികമാകുന്നത്, അതായത് ഉപയോഗിക്കപ്പെടുന്നത്. ദാറ്റ്സ് ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് ഇൻ us. ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് അനാദി നിത്യകാലം മുതലല്ല, നമ്മൾ എപ്പോൾ രക്ഷിക്കപ്പെടുന്നപ്പോൾ മുതലാണ്. എന്നാൽ ക്രിസ്തുവിൽ നമ്മളായത് ലോകസ്ഥാപനത്തിന് മുൻപാണ്. അത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിക്കുന്നതാണ്. എന്നാൽ ക്രിസ്തു നമ്മിൽ വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയെ, നമ്മുടെ വീണ്ടെടുപ്പിനെ സംബന്ധിക്കുന്നതാണ്. We are saved by grace. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. ഈ വാസത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണത്. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നീ വസിക്കണം. അതെങ്ങനെ വസിക്കും? ഇറ്റ് ഇസ് ബൈ ഫെയ്ത്ത് ആണ് 16-ാമത്തെ വാക്യം. 17-ാമത്തെ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. 16-ാമത്തെ വാക്യം അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം എന്നുള്ളതാണ്. ഈ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിലുള്ള ശക്തികൾ നമുക്കുണ്ട്, പ്രയോഗിക്കാൻ നമുക്ക് കഴിയും. ഒന്ന് പുറമേയുള്ള മനുഷ്യന്റെ ശക്തിയാണ്. ആ ശക്തി ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന ആദാമിന്റെ ശക്തിയാണ്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഒരാളെ നേരിടാനുള്ള നമ്മുടെ കഴിവ്, അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് കിട്ടുന്ന അസറ്റുകൾ, ധനമായാലും പ്രശസ്തിയായാലും ആരോഗ്യമായാലും വിദ്യാഭ്യാസമായാലും ബുദ്ധി, വിവേകം, ഇങ്ങനെ പല കാര്യങ്ങളാണ് നമുക്ക് ആദാമിക അസറ്റുകൾ എന്ന് പറയുന്നത്. ഈ ആദാമ്യ അസറ്റുകൾ പുറം മനുഷ്യനെ ശക്തനാക്കും. നിങ്ങൾ എന്നെ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഈ പുറം മനുഷ്യൻ എന്ത് ശക്തനാണെന്ന് എല്ലാവരും നോക്കുന്നു. അതുപോലെ തന്നെ ഒരു വിവാഹാലോചന വന്നു കഴിഞ്ഞാൽ അകം മനുഷ്യൻ എന്ത് ശക്തനാണെന്ന് ആരും അന്വേഷിക്കാറില്ല. പുറം മനുഷ്യൻ എന്ത് ശക്തനാണെന്ന് നോക്കുന്നത്. ജോലി എങ്ങനെയുണ്ട്, എന്താ പറയുന്നത്, കുടുംബം എങ്ങനെയുണ്ട്, പണം എങ്ങനെയുണ്ട്, ആരോഗ്യം എങ്ങനെയുണ്ട്, എല്ലാം പുറം മനുഷ്യന്റെ ശക്തി. അതാണ് നമ്മൾ നോക്കുന്നത്. അകം മനുഷ്യനെ നോക്കാൻ എളുപ്പമല്ല താനും, അങ്ങനെ നോക്കാറില്ല താനും. അകം മനുഷ്യനൊക്കെ പിന്നെ നന്നായിക്കോളും എന്നുള്ളൊരു ചിന്തയാണ്. ഇനി അകം മനുഷ്യൻ ഇത്രയും മോശമാണെങ്കിലും പുറം മനുഷ്യൻ നല്ലതാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ ഇത് ഇങ്ങനെയുള്ളൊരു ഔട്ട്ലുക്കാണ് നമുക്കുള്ളത്. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് അകം മനുഷ്യൻ ശക്തനാകുന്നതിനെ കുറിച്ചാണ്. അകം മനുഷ്യൻ ശക്തനാകാൻ ക്രിസ്തുവിന്റെ ധനമില്ലാതെ പറ്റില്ല. അകം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് അനുരൂപനായി സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യനാണ്. അകം മനുഷ്യൻ എന്ന് പറയുന്നത് ക്രിസ്തു നമ്മിൽ വസിക്കുന്നതാണ്. അവന്റെ ആത്മാവ് നമ്മളിലേക്ക് പകരുന്ന ജീവനാണ്.
ഓക്കെ, അപ്പോൾ ഈ അകത്തെ മനുഷ്യൻ ശക്തനാവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ക്രിസ്തു എത്ര ശക്തനായിരുന്നോ ആന്തരികമായി, അവൻ ബലഹീനനായി ക്രൂശിൽ കാണപ്പെടുമ്പോഴും അവൻ നിസ്സഹായനായി കാണപ്പെടുമ്പോഴും അവൻ അതിശക്തനായിരുന്നു. ആ ശക്തിയാണ് നമ്മളെല്ലാം സ്നേഹിക്കാൻ കർത്താവിന് ഇടയാക്കിയത്. അതെല്ലാം ആ ശക്തിയാണ്, ആന്തരിക ശക്തിയാണ്. കർത്താവിനുണ്ടായിരുന്ന അകത്തെ മനുഷ്യൻ, അതിന്റെ ശക്തിയാണ് എല്ലാവരോടും ക്ഷമിക്കാൻ. പുറം മനുഷ്യൻ എത്ര ബലഹീനനായി കാണപ്പെട്ടാലും, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ തകർക്കപ്പെട്ടാലും, അവൻ ആന്തരികമായി അവനുണ്ടായിരുന്ന ശക്തിയാണ് നമുക്ക് പകർത്തപ്പെട്ട ആ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മാവിനാൽ ലഭിക്കുന്ന ആ ജീവൻ, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അവിടെ പറയുന്നത്. 16-ാം വാക്യം ഇങ്ങനെയാണ്: അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. മഹത്വത്തിന്റെ ധനം, കൃപാധനം. നമ്മൾ കഴിഞ്ഞ ദിവസം താലന്തുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് ഈ ദേശത്ത് ദൂരദേശത്തേക്ക് പോയപ്പോൾ അവൻ നമ്മളെ ഏൽപ്പിച്ച താലന്തുകൾ. ഈ താലന്തുകൾ എന്ന് പറയുന്ന പ്രയോഗം തന്നെ അങ്ങനെ പറയാൻ പാടില്ല. താലന്ത്, 1 താലന്ത് 5 താലന്ത്. ഓക്കെ, 150 കിലോഗ്രാമുകൾ എന്ന് പറയേണ്ട കാര്യമില്ല, കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മതി അല്ലേ. അതൊരു തൂക്കമാണ്, ഒരു മെഷറാണ്. അപ്പൊ ഈ താലന്തുകൾ എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ ദൈവം നമുക്ക് നൽകിയ കൃപാദാനങ്ങളാണ്. ഇത് വിനിയോഗിക്കപ്പെടേണ്ടതാണ്. അത് വിനിയോഗിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഓക്കെ, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്, ആത്മീക ജീവിതത്തിന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ ആന്തരിക മനുഷ്യൻ ശക്തനാവുക എന്നുള്ളതാണ്. അകത്തെ മനുഷ്യന്റെ ശക്തിയാണ് ശരിക്കും നമ്മുടെ ആത്മീക വളർച്ച എന്ന് പറയുന്നത്. അതെങ്ങനെ സാധിക്കും? അത് ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ ധനമാണ്. ലോകത്തിന്റെ മഹത്വത്തിന്റെ ധനം, ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ ധനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ലോകത്തിൽ ഒരാൾ മഹത്വമുള്ളവനായി മാറാൻ, തേജസ് ഉള്ളവനായി മാറാൻ എന്ത് ധനമാണോ വേണ്ടത്, അതല്ല ക്രിസ്തുവിൽ ഒരുവന് മഹത്വം ലഭിക്കുന്നതിന് വേണ്ടി വേണ്ടത്. അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണമാണ് അകത്തെ മനുഷ്യൻ ശക്തനാണ്. അത് ആത്മാവിനാൽ മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ആ ഒരൊറ്റ വാക്യത്തിലുണ്ട്. എന്തൊക്കെയുണ്ട്? അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. ഇറ്റ്സ് നോട്ട് അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ദിസ് വേൾഡ്. നമ്മൾ കർത്താവിനോട് പലപ്പോഴും പ്രാർത്ഥിക്കുന്നേ അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് യുവർ ഗ്ലോറി എന്നല്ല. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ദിസ് വേൾഡ് പ്ലീസ് ബ്ലസ് മീ എന്നാണ് നമ്മൾ മിക്കവാറും ഈ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ. അപ്പൊ ആ ധനം നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് വേണം? നമ്മുടെ ഉള്ളിൽ അവന്റെ ആത്മാവ് വേണം. ഈ ആത്മാവിനാൽ മാത്രമേ അകത്തെ മനുഷ്യൻ ശക്തനാവുകയുള്ളൂ. നമ്മൾ എത്ര പ്രസംഗം കേട്ടാലും അകത്തെ മനുഷ്യൻ ശക്തനാവുകയില്ല. എത്ര പ്രാർത്ഥിച്ചാലും അകത്തെ മനുഷ്യൻ ശക്തനാവുകയില്ല. ശക്തനാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആത്മാവ് നമ്മുടെ ഉള്ളിൽ വേണം. ആത്മാവ് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണം. ആ കമ്മ്യൂണിക്കേഷൻ നമുക്ക് സുഗ്രാഹ്യമാകണം. ആത്മാവ് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ആത്മാവ് കാണിച്ചു തരുന്ന മഹത്വത്തിനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. ഓക്കെ, ഈ മിഷണറിമാരെ, കർത്താവിന്റെ മരിക്കുന്ന ആൾക്കാര്, നിന്ദയും പരിഹാസവും അനുഭവിക്കുന്നവര്, ലോകം അന്യമാണെന്ന് വിചാരിക്കുന്ന അനേകം ആളുകൾ ആന്തരികമായി ഭയങ്കര ശക്തിയുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. അത് ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ ധനം, അവന്റെ നിന്ദ സകലതിലും മഹത്വമേറിയതെന്ന് ഈ ലോകത്തിൽ ഏത് ധനത്തെക്കാളും വലുതെന്ന് അവർ എണ്ണുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത്. സ്നേഹത്തിൽ 17-ാം വാക്യം: ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. ഇറ്റ്സ് ബൈ ഫെയ്ത്ത് ദാറ്റ് ക്രൈസ്റ്റ് ഈസ് ഡ്വെല്ലിംഗ് ഇൻ us. അവൻ നമ്മളിൽ വസിക്കുന്നത് വിശ്വാസത്താലാണ്. അപ്പോൾ കാഴ്ചയല്ല. പലപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ട് നമ്മളിലൂടെ ക്രിസ്തുവിനെ എല്ലാവരും കാണണമെന്ന്.
നമുക്ക് ആഗ്രഹമുണ്ട് നമ്മളിലൂടെ ക്രിസ്തുവിന് വെളിപ്പെടുന്നു, ശരിയാണ്. പക്ഷെ പല സന്ദർഭങ്ങളിലും നമുക്ക് അതൊന്നും എത്തിക്കാൻ കഴിയാറില്ല. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട്, അതെന്റെ ഫെയ്ത്താണ്. ഇറ്റ്സ് മൈ ഫെയ്ത്ത്. കാഴ്ച അങ്ങനെയല്ല, പക്ഷെ എന്നാലും ഫെയ്ത്ത് എന്നോട് പറയുന്നത് കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട്, അവൻ എന്നെ വിട്ടൊരിക്കലും പോവുകയില്ല. അവനെ ഞാൻ വിശ്വസിച്ചപ്പോൾ അവൻ എൻ്റെ ഹൃദയത്തിൽ വന്നതാണ്. ഹി വിൽ നോട്ട് ലീവ് മീ. അതെന്റെ ഫെയ്ത്താണ്. ഓക്കെ, ആ വിശ്വാസമാണ് ഇവിടെ പറയുന്നത്. അതായത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നു. ഇതാണ് ആ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന കാര്യം. ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ഇൻ മീ. ഈ ഒരു ഫെയ്ത്ത്, ക്രിസ്തു എന്നിൽ വസിക്കുന്നു, ഇറ്റ്സ് നോ ലോങ്ങർ ഐ. ഓക്കെ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത് ഇതൊരു പ്രേയറാണ്. നമ്മൾ പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രേയറാണ്. ഫലം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറമേ വരുന്ന ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് സ്നേഹത്തിന്റെ വഴിയാണ്. ആ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. അപ്പൊ ഇത്രയും നേരം നമ്മൾ എവിടെ അടിസ്ഥാനപ്പെട്ടിരുന്നറിയോ? സ്നേഹത്തിനല്ല. ഇത്രയും നേരം നമ്മൾ അടിസ്ഥാനപ്പെട്ടിരുന്നത് നമ്മുടെ സ്വാർത്ഥതയിലാണ്, നമ്മുടെ ഫ്ലഷിലാണ് നമ്മൾ വേരൂന്നിയിരുന്നത്. അത് പാപത്തിന്റെ വേരായിരുന്നു, പഴയ മനുഷ്യന്റെ വേര്. ആ പഴയ മനുഷ്യന്റെ വേരെന്ന് പറയുന്ന പാപത്തിന്റെയും സ്വാർത്ഥതയുടെയും വേരായിരുന്നു. എൻ്റെ കാര്യം, എനിക്ക് യുദ്ധം ജയിക്കണം. അങ്ങനെ ഞാനൊരു പോരാട്ടത്തിലായിരുന്നു മറ്റുള്ളവരുടെ എല്ലാം, എന്നോട് തന്നെ, ദൈവത്തോട്. ആ മത്സരിയായ പഴയ മനുഷ്യന്റെ വേര് പറിച്ചു കളഞ്ഞു. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ പുതിയ ജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നുന്ന ജീവനാണ്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. ഇത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം ക്രിസ്ത്യൻ ലവ് എന്ന് പറയുന്നത് അത് എന്താ പറയുക, ദാറ്റ്സ് ആൻ അൺക്വാളിഫൈഡ് ലവ്. അതിന്റെ പേരിൽ നമ്മൾ ചിലപ്പോൾ തട്ടിപ്പോയേക്കാം. ഇത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി, നമ്മൾ ജഡത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സ്നേഹമല്ല. നമുക്ക് പല സ്നേഹബന്ധങ്ങളും തൃപ്തി തരുന്നു. ഒരു കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞ് നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ നമുക്കൊരു തൃപ്തിയുണ്ട്. നമ്മൾ സ്നേഹിച്ചായിട്ട് കുഞ്ഞ് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്നേഹം കുറഞ്ഞു കുറഞ്ഞു. നിങ്ങൾ സ്വന്തം കുഞ്ഞിനെ കുറിച്ചല്ല ഞാൻ പറയും. വഴി ഒരു കുഞ്ഞിനെ കണ്ടിട്ട് ആ കുഞ്ഞിനെ നോക്കി നിങ്ങൾ ചിരിച്ചോ, കുഞ്ഞ് പോയി പണി നോക്കാൻ പറഞ്ഞാൽ ആദ്യത്തെ 1-2 പ്രാവശ്യമൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യും, പിന്നെ വിടും. എൻ്റെയൊക്കെ പുറകെ നടക്കുന്ന സമയത്തെന്ന് വിചാരിക്കും. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ നമുക്ക്. ഇവിടെ എല്ലാം ഒരു ഗ്രാറ്റിഫിക്കേഷൻ, എല്ലാ സ്നേഹത്തിനകത്ത് ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്, ഒരു നിറവേറലുണ്ട്. അത് ഈ ലോകത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ്. ഇറ്റ് ഹാസ് ടു ബി റിക്വിറ്റഡ്. അപ്പൊ അത് ഈ ലോകത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ്. അതിനകത്തൊരു ഒരു എന്താ പറയുന്നത്, ഒരു കണ്ടീഷൻ ഉണ്ട് അതിനകത്ത്. കണ്ടീഷൻ ഇല്ലാതെ സ്നേഹിക്കാൻ കഴിയില്ല ലോകത്തിലൊരിക്കലും. എന്നാൽ യേശുക്രിസ്തുവിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണലാണ്. അൺകണ്ടീഷണൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യാതൊരു വിധത്തിലും മറ്റൊരാളുടെ ക്വാളിറ്റിയോ മറ്റൊരാളുടെ അവസ്ഥയോ നോക്കുന്നില്ല. കർത്താവ് എന്നെ സ്നേഹിച്ചു. അങ്ങനെ ചേസ് എന്ന് പറയുന്ന ഏത് ഷേപ്പിലുള്ള ഏത് തരം മനുഷ്യനാണ്, ഇതൊന്നും കർത്താവിന് പ്രശ്നമില്ലായിരുന്നു. When he loved me with an everlasting love, he did not count my virtues, only counted my sin. അവൻ എൻ്റെ ഏതെങ്കിലും ഒരു നന്മ കൗണ്ട് ചെയ്തില്ല, അവൻ കൗണ്ട് ചെയ്തെടുത്ത് മുഴുവൻ എൻ്റെ പാപമായിരുന്നു.
and then he decided to die for me. ഇത് സ്നേഹം എന്ന് പറയുന്നത് ടോട്ടലി അൺകണ്ടീഷണൽ. അപ്പൊ ഈ അൺകണ്ടീഷണൽ ലവ്, അൺറിക്വറ്റഡ് ആൻഡ് വിത്തൗട്ട് എനി ആങ്കർ ഓൺ ദിസ് എർത്ത്, അതിന്റെ പേരിൽ ഒരാൾ മരിക്കുക, കർത്താവ് അങ്ങനെ മരിക്കുക. ഈ സ്നേഹം നമ്മൾ സഹോദരങ്ങൾ തമ്മിൽ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളതാണ്. ഈ സഹോദരങ്ങൾ തമ്മിൽ ഈ സ്നേഹം പ്രാക്ടീസ് ചെയ്യപ്പെടുന്നു. അതവിടെ പറയുന്നത്, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ഈ സ്നേഹത്തിന്റെ നീളവും ഉയരവും വീതിയും ആഴവും സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കേണ്ടതിന്. സോ യു ആർ എസെൻഷ്യലി ഇൻ എ ചർച്ച് സറൗണ്ടഡ് ബൈ ദ സെയിൻസ് ഓഫ് ദ ലോർഡ്. അവരെല്ലാം കർത്താവ് നന്മകൾ എണ്ണി തെരഞ്ഞെടുത്തവരല്ല, തിന്മകൾ എണ്ണി തെരഞ്ഞെടുത്തവരാണ്. അങ്ങനെയുള്ള കുറെ വിശുദ്ധന്മാരെ നമ്മുടെ ചുറ്റും തന്നിട്ട് പറയുകയാണ്, പ്രാക്ടീസ് ദിസ് ലവ് അൺറിക്വറ്റഡ്, ഓക്കെ, നോൺ ഗ്രാറ്റിഫൈങ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ടാത്ത ക്രിസ്തു സ്നേഹിച്ച സ്നേഹം ഇവരുടെ അടുത്തൊക്കെ പ്രാക്ടീസ് ചെയ്തു. That is required. Church life is required for any saint to grow. അത് ഒരു ഹെൽത്തി ചർച്ച് ആയിരിക്കണം. ഇന്ന് ചർച്ചുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ് നെവർ ബിക്കംസ് എ കമ്മ്യൂണിറ്റി ഓഫ് സെയിൻസ്. വിശുദ്ധന്മാരുടെ ഒരു സംഘം ആകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ചർച്ച് കൂടുമ്പോൾ ഇറ്റ് ബി സെന്റേഡ് അറൗണ്ട് എ പാസ്റ്റർ ഓർ എ ഫിലോസഫി, അല്ലെങ്കിൽ എന്താ ഒരു സെൻട്രൽ ബോർഡിന് കീഴിൽ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ സഹോദരങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം എക്സ്പ്രസ് ചെയ്യുവാനും ക്രിസ്തുവിന്റെ സ്നേഹം പ്രാക്ടീസ് ചെയ്യുവാനും ഇടപെടുവാനും അങ്ങനെ ഒരു ഫ്രീഡമുള്ള, കർത്താവിന്റെ സ്നേഹം അതിനകത്ത് ഒരു സിമന്റായി മാറുന്ന, ഒരടിസ്ഥാനമായി മാറുന്ന, നമ്മുടെ എല്ലാം വേരായി മാറുന്ന ആ ഒരു വിശുദ്ധന്മാർ തമ്മിലുള്ള കൂട്ടായ്മ, സംസർഗം, അതാണ് ഒരു സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. ടു മേക്ക് us ഗ്രോ ഇൻ ദ ലവ് ഓഫ് ദ ലോർഡ്. അപ്പോ ഇപ്പൊ എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങളെ ആരെയും സംബന്ധിച്ച്, there will be people around you. ഒരു വിസിബിൾ ചർച്ചിൽ, വിസിബിൾ ലോക്കൽ ചർച്ചിൽ കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തരുന്ന അനേകം ആളുകളുണ്ട്. ഓക്കെ, അവരോടെല്ലാം നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒന്നാണ്, അഗപ്പെ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഈ അഗപ്പയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ അല്ല അത് അനുഭവിക്കുന്നുള്ളതാണ്. യേശുക്രിസ്തു തന്നെ അഗപ്പയുടെ കാര്യം പറഞ്ഞു നോക്കുമ്പോൾ അഗപ്പയ്ക്ക് ഏറ്റക്കുറിച്ചുകൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. അതായത് യേശുക്രിസ്തു ഒരേ സ്റ്റാൻഡേർഡ് ലവ് പത്രോസിനും യോഹന്നാനും യാക്കോബിനും എല്ലാവർക്കും കൊടുക്കുന്ന പോലല്ല നമ്മൾ കാണുന്നത്. യോഹന്നാനെ കൂടുതൽ സ്നേഹിക്കുന്ന പോലെ കാണുന്നു നമുക്ക് കാണുന്നു. യോഹന്നാൻ അങ്ങനെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് യോഹന്നാൻ അങ്ങനെ പറയുന്നു. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പ്രത്യേകമായി വിളിച്ചുകൊണ്ട് പോകും. ജീസസ് ഡെവലപ്സ് ആൻ ഇന്നർ സർക്കിൾ. അതും അഗപ്പയുടെ ഭാഗമാണ്. എന്തുകൊണ്ടാണ്? അഗപ്പ എന്ന് പറയുന്ന സ്നേഹം എപ്പോഴും ബലഹീനരെ തെരഞ്ഞു പിടിക്കുന്നതാണ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ ഓരോരുത്തരിലേക്കും എത്തേണ്ട സ്നേഹത്തിന്റെ അളവ്, മെഷർ, അവൻ ഫീൽ ചെയ്യേണ്ട, അനുഭവിക്കേണ്ട സ്നേഹത്തിന്റെ ഒരു മെഷർ. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള വിശുദ്ധന്മാരിലൂടെ നമ്മളത് അറിയും. എങ്ങനെയാണ്? ആർക്കും ഒരു കുറവുമില്ല, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നോ വൺ ലാക്സ് എനിത്തിങ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇത് ഒരു എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നതായിട്ട് നമുക്ക് തോന്നി. ഇപ്പൊ പഴയ നിയമത്തിലായാലും കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് കാണുമ്പോൾ, പുതിയ നിയമത്തിലായാലും യു ഡോണ്ട് സീ ഇറ്റ് ആസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ടു എവരിവൺ. പക്ഷെ ആർക്കൊക്കെ ഇത് വേണോ അവർക്കൊന്നും ഇതുകൊണ്ട് ഇതിന്റെ ഒരു കുറവുണ്ടാവുകയില്ല. ഇതാണ് ഈ അഗപ്പയുടെ ഒരു പ്രത്യേകത. നമ്മൾ ദൈവം അത് എക്സ്പ്രസ് ചെയ്ത് നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹം വേണോ? ഒരു കുറവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ടു ബി സഫിഷ്യന്റ്ലി സപ്ലൈഡ്.
അതുപോലെ നമ്മൾ ഈ സ്നേഹത്തെ വിതരണം ചെയ്യുമ്പോഴും നമുക്ക് ഒത്തിരി പരാജയങ്ങളുള്ളവരാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ്. നമുക്ക് ഈ അഗപ്പെ എന്ന് പറയുന്നത് അനുഭവിക്കാൻ പോലും പാടാണ്. അത് വേറൊരാൾക്ക് കൊടുക്കാൻ പോലും പാടാണ്. കൊടുത്താൽ അത് ആർക്കും കുറവില്ലാത്ത പോലെ കൊടുക്കാനും കഴിയില്ല. ഇങ്ങനെയൊന്നും കഴിയില്ല. പക്ഷെ ദൈവം നമ്മളെ പരിശീലിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ സ്നേഹത്തിന്റെ പരിശീലനമാണ് ഓരോ സഭയിലും നടക്കുന്നത്. അതെല്ലാവരോടും എക്സ്റ്റെൻഡ് ആകുന്ന ഒരു സ്നേഹം. ആ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇത് മാറില്ല. ആള് മോശമായി പോയി, നാളെ ഒരു മോശക്കാരനെ കണ്ടുപിടി, മാറില്ല. അവിടെ ഡിസിപ്ലിനിങ് ഉണ്ടാവും, ചിലപ്പോൾ ദേഷ്യപ്പെടും. പക്ഷെ ഈ അഗപ്പെ മാത്രം എടുത്തു മാറ്റാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ നമ്മൾ തീരുമാനം എടുത്താൽ ഒന്നും വരില്ല. വിശ്വസിക്കുക. ബൈ ഫെയ്ത്ത് ക്രൈസ്റ്റ് ഷാൽ ഡ്വെൽ ഇൻ യു ആൻഡ് ദെൻ യു വിൽ ബി റൂട്ടഡ് ഇൻ ലവ് ആൻഡ് ദാറ്റ് ലവ് വിൽ ബി എക്സ്പീരിയൻസ്ഡ് എമംഗ് ദ സെയിൻസ്. അതിന്റെ നീളം, ഉയരം, ആഴം, വീതി, ഇത് ഞാൻ ഇങ്ങനെ പണ്ട് ആലോചിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരനെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ കർത്താവിനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു, കർത്താവേ, നീ ഇവനെയൊക്കെ എങ്ങനെയാണ് സ്നേഹിച്ചത്? കർത്താവ് പറയും, നിനക്ക് എൻ്റെ സ്നേഹത്തിന്റെ നീളം അറിയണം. അവനെ സ്നേഹിച്ചു, ഞാൻ നിന്നെ സഹായിക്കാം. അപ്പൊ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് അവനെ സ്നേഹിച്ചത്. അടുത്തൊരുത്തനെ കാണുമ്പം എൻ്റെ ദൈവമേ, എന്തൊരു പരന്ന വിശാലമായ സ്നേഹമാണ് നിന്റെ, അത്രയും ദൂരെയുള്ള ഒരുത്തനെ വിളിച്ചുകൊണ്ട് നീ വന്നു. അപ്പം കർത്താവ് പറയും, നീയും അങ്ങനെ അത്രയും നിന്നോട് ദൂരെ ആയിരിക്കുന്നവരെ സ്നേഹിച്ചു നോക്ക്. അപ്പോ നിന്നോട് ഒരു തരത്തിലും അടുക്കാൻ പറ്റാത്തവരെ നീ സ്നേഹിച്ചു നോക്ക്. നിന്റെ ക്ലാസ്സിലോ നിന്റെ സ്വഭാവത്തിലോ പെടാത്ത ദൂരസ്ഥരായ ആൾക്കാരെ നീ ഒന്ന് സ്നേഹിച്ചു നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും എന്റെ സ്നേഹത്തിന്റെ വീതി എന്താണ്. അങ്ങനെ ഓരോ വിശുദ്ധന്മാരിലൂടെ നമ്മൾ കർത്താവിന്റെ സ്നേഹത്തിന്റെ ഓരോ ആസ്പെക്റ്റാണ് പഠിക്കുന്നത്. ചിലരോടുള്ള ഇടപെടലിൽ നമ്മൾ കരുണയായിരിക്കും കൂടുതൽ പഠിക്കുന്നത്. ചിലരോടുള്ള സ്നേഹത്തിൽ നമ്മൾ വിനയമായിരിക്കും പഠിക്കുന്നത്. അവരിങ്ങോട്ട് കാണിക്കുന്ന കരുണ കാണിച്ചിട്ട് ഓർത്തിട്ട്. ഇങ്ങനെ ആത്മാവിന്റെ ഓരോ ഫലത്തിലും തികഞ്ഞവരാകാൻ നമുക്ക് ലഭിക്കുന്ന പരിശീലനമാണ് നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങൾ എന്ന് പറയുന്നത്. ആ നീളവും ഉയരവും വീതിയും ആഴവും എല്ലാം അവസാനം ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ, ഇത്രയും ആഴമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് എന്നെ തന്നെ നോക്കിയപ്പോഴാണ്. എത്ര വലിയ കുഴിന്നാണ് നീ എന്നെ പിടിച്ചു കയറ്റിയേക്കുന്നത്. നിസ്സാരമായിട്ട് നശിച്ചു പോകാമായിരുന്നു എന്നെ, ആ കുഴിയിൽ നിന്ന് നീ പിടിച്ചു കയറ്റി ഇത്രയും വലിയ സ്നേഹത്തിന്റെ അവകാശിയാക്കി നീ മാറ്റി. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഈ വിശുദ്ധന്മാരോട് കൂടിയുള്ള എൻ്റെ സഹവാസത്തിലാണ് എനിക്കിതൊക്കെ മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളവിടെ പ്രധാനമായിട്ടും കാണേണ്ടത്. വീതിയും നീളവും ഉയരവും ആഴവും സകല വിശുദ്ധന്മാരോടും കൂടി ഗ്രഹിക്കാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ. എന്താണ് ഈ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം? നമ്മൾ പലരും ഉപദേശിക്കും, ഇത്തിരി സൂക്ഷിച്ചു വേണം കേട്ടോ, ഇതൊന്നും പരിജ്ഞാനമല്ല. പരിജ്ഞാനമില്ലാതെ പെരുമാറരുത്. അവർ നിങ്ങളെ പറ്റിക്കും, നിങ്ങളെ അവരുടെ കൂടെയുള്ള ഒരാളായിട്ട് എണ്ണും. നാളെ നിങ്ങൾക്ക് അപമാനം ഉണ്ടാകാം. ഇന്നലെ അങ്ങനെ ഒരു അപമാനം എന്ന് ഞാൻ വിചാരിച്ച ഒരു ഭാഗത്തുനിന്ന് ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് 2 ഫോൺ നമ്പറാണ് ഉള്ളത്. ഒന്നൊരു ജിയോ നമ്പർ ഞാൻ എടുത്തത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ റോമിങ് വളരെ എളുപ്പമാണ്. ജിയോ ഉണ്ടെങ്കിൽ അമേരിക്കയിലൊക്കെ പോയാൽ 50 പൈസക്ക് ഇന്ത്യയിലോട്ട് വിളിക്കാം. അപ്പോൾ അമേരിക്കയിൽ പോയില്ല, ഞാൻ പറഞ്ഞ ഗൾഫിലൊക്കെ പോകുമ്പോഴും 50 പൈസയ്ക്കും 2 രൂപയ്ക്കൊക്കെ ഇങ്ങോട്ട് വിളിക്കാം. അതുകൊണ്ട് ഞാനൊരു ജിയോ സിം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വാട്സാപ്പ് ഉണ്ട്. ചില ആൾക്കാർ വാട്സാപ്പ് അതിനകത്തെ കോൺടാക്ട് ചെയ്യും. വളരെ റെയർ ആയിട്ടാണ് അത് വാട്സാപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ 28-ാം തീയതി ഒരു മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചു. ഞാൻ സമ്മതിച്ചു. ഇന്നലെ ഒരു സഹോദരൻ എനിക്ക് അയർലൻഡിൽ നിന്ന് അയച്ചു തന്നിരിക്കുന്ന മീറ്റിങ്ങിന്റെ ബ്രോഷർ, അതിനകത്ത് കേരളത്തിലെ വില്ലാളി വീരന്മാരായ എല്ലാ പ്രീച്ചേഴ്സും ഉണ്ട്. അതായത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത
ഒരു വിധത്തിൽ പറഞ്ഞാൽ കൾട്ട് എന്ന് പറയാവുന്ന എല്ലാ പാർട്ടികളും അതിനകത്തുണ്ട്. അതിൻ്റെ കൂടെ ഞാനും ഉണ്ട്. നമ്മുടെ പാവം അജൽ പീറ്ററുണ്ട്, അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്ത് അവരെ വിളിച്ചിട്ട് ഏതാ കാരണം എന്നറിയോ? ഈ നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു കാര്യം. പലരും എന്നെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് നിങ്ങൾ ഇവരുടെ കൂട്ടത്തിൽ വന്നത്? നിങ്ങൾ അവരാരാന്നോട് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം അത് അവരെ കുറിച്ചുള്ള ട്രോളുകളൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപരിക്കുന്ന ടൈപ്പ് ആൾക്കാരാണ്. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഐ എം റിയലി സോറി, എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, ഈ പോസ്റ്റർ എത്രയും പെട്ടെന്ന് റീഡിസൈൻ ചെയ്യണം, ഐ എം നോട്ട് ഗോയിങ് ടു പ്രീച്ച് ദിസ് ടൈം എന്ന് പറഞ്ഞു. പറയുന്നു, ഞാൻ പറഞ്ഞത് ഇത് ഒരു പക്ഷേ കർത്താവിന്റെ വിറ്റ്നസിങ്ങിന് വേണ്ടി ആവശ്യമായിരുന്നിരിക്കാം. പക്ഷെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ റെപ്യൂട്ടേഷൻ, ചിലപ്പോൾ അവൻ പാപത്തിൽ ജീവിക്കുന്നതായിട്ട് നാളെ കണ്ടുമുട്ടിയാൽ നമ്മുടെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും. കർത്താവിന്റെ റെപ്യൂട്ടേഷന് കർത്താവ് ഒരു വിലയും കൊടുത്തിട്ടില്ല. അവൻ ഒറ്റ കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, എന്നെ രക്ഷിക്കണം. അതിന് ഏത് ജയിലിൽ ഇറങ്ങിയാലും, ദേഹത്ത് എത്ര വേദന എടുത്താലും, ആളുകൾ എത്ര അപമാനിച്ചാലും എന്നെ രക്ഷിക്കാതെ അവൻ അടങ്ങില്ല എന്നവൻ തീരുമാനിച്ചാണ് അവന്റെ സ്നേഹം എന്ന് പറയുന്നത്. അവൻ അപമാനത്തെ അലക്ഷ്യമാക്കിയെന്നാണ്. ദാറ്റ് മീൻസ് അപമാനത്തെ അലക്ഷ്യമാക്കി ഇടുക എന്ന് പറഞ്ഞാൽ എന്താ? ഗൗരവമായി എടുക്കാതിരിക്കുക എന്നാണ്. അപമാനത്തെ ഗൗരവമാക്കി എടുത്തില്ല, അപമാനത്തെ എന്ത് ചെയ്തു? അലക്ഷ്യമാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആയി പോട്ടെ, ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ, ഇവനെ രക്ഷിച്ചിട്ടേ ഉള്ളൂ മറ്റു കാര്യമെന്ന് കർത്താവ് തീരുമാനിച്ചു. ഇത് അകപ്പയുടെ ഒരു പ്രത്യേകതയാണ്. ഹി ദാറ്റ് ഡസ് നോട്ട് ലുക്ക് ഫോർ റെപ്യൂട്ടേഷൻ. ഒരു പാപി അന്വേഷിച്ച് ഈ സ്നേഹം ഇറങ്ങിപ്പോകും. ഒറ്റയാളെ, ആ കാണാതെ പോയ 100 ഒരെണ്ണത്തിനെ അന്വേഷിച്ച് റെപ്യൂട്ടേഷൻ നോക്കാതെ എവിടെയും ഇറങ്ങി പോകുന്ന ഒരു സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. സഭകളിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന സ്നേഹം അതായിരിക്കണം. അൺക്വാളിഫൈഡ് ലവ്. ആ ലവ് എന്ന് പറയുന്നത് അവന്റെ സ്റ്റാറ്റസ് നോക്കിയോ അവൻ ആരാണെന്ന് നോക്കിയിട്ടോ അല്ല, ജസ്റ്റ് ടു ഷോ ഹിം ഹൂ ക്രൈസ്റ്റ് ഈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്നേഹം നമ്മളിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം. ഇപ്പൊ പലപ്പോഴും നമ്മളെ അഡ്വൈസ് ചെയ്യുന്ന ആളുകൾ അഡ്വൈസ് ചെയ്യുന്ന കാര്യമാണ്, അവന്റെ അടുത്ത് സൂക്ഷിച്ചു വേണം, പൈസ അടിച്ചു മാറ്റുമായിരിക്കും. പൈസ അല്ലേ അടിച്ചു മാറ്റുള്ളൂ, പൈസ അല്ലേ അടിച്ചു മാറ്റുള്ളൂ. നമ്മളെ അടിച്ചു മാറ്റിയാൽ എന്താ കുഴപ്പം? നത്തിങ്. നമ്മളെ ബോധം കെടുത്തിട്ട് നമ്മുടെ കിഡ്നി എടുത്താൽ നോ പ്രോബ്ലം അല്ലേ? നോ പ്രോബ്ലം എന്നുള്ളത് എന്റെ ഹൃദയത്തിൽ അങ്ങനെ തോന്നുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ അതാണ് അഗപ്പയുടെ റൂള്. അഗപ്പയുടെ റൂൾ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള റൂളാണ്. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുവാൻ, അപ്പം എല്ലാ തരത്തിലുമുള്ള വിശുദ്ധന്മാർ എവിടെ കാണണം? ഈ സഭയ്ക്കകത്ത് കാണണം അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് ഈ അഗപ്പ ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എത്ര ആത്മീയത എന്ന് പറഞ്ഞാലും നമ്മൾ സ്നേഹമില്ലെങ്കിൽ, നമ്മുടെ ഒരു മോശമെന്ന് ആളുകൾ പറയുന്ന ഒരാളോട് നമുക്ക് സിമ്പതി തോന്നുന്നില്ലെങ്കിൽ, അവരും നമ്മളും ജനക്കൂട്ടത്തിന്റെ കൂടെ ആണെങ്കിൽ നമ്മൾ അഗപ്പെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാവുകയും. അപ്പൊ ഈ സ്നേഹം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഇതൊരു വലിയ അറിവാണ്. എന്താണ് ഈ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം? അത് നമ്മൾ അറിയണം. ആൻഡ് ദാറ്റ് ലവ് യു ഷുഡ് ഫീൽ, യു ഷുഡ് എക്സ്പീരിയൻസ്. ഓക്കെ, ആ സ്നേഹം എന്താണ് എന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അറിഞ്ഞിട്ടുണ്ടോ അത്? ആ സ്നേഹം എന്താന്ന്? ദൈവം നിങ്ങളെ അത് അറിയുവാൻ ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, അറിഞ്ഞിട്ടില്ലെങ്കിൽ. ഓക്കെ, അടുത്ത വാക്യം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം. ദാറ്റ് മീൻസ് ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നമ്മൾ എങ്ങനെ നിറഞ്ഞു വരുന്നത്? ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ആൻ ഇമ്പോസിബിൾ പ്രയർ. How do you expect to be filled with everything of the divine nature? It's not possible. It's almost an impossible prayer.
ആ ഇമ്പോസിബിൾ പ്രെയർ ആയതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ ആ ആശയക്കുഴപ്പം പരിഹരിക്കാൻ പൗലോസ് ശ്രമിക്കുന്നത്. അടുത്ത വാക്യം നമുക്ക് എല്ലാം കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണ്. എന്താണെന്നറിയും? വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് എന്ത് ചോദിക്കുന്നു, എന്ത് നനയ്ക്കുന്നു, അത് പറയല്ല. അവിടെ നമ്മൾ നമ്മുടെ ആശയങ്ങൾ കൊണ്ട് ചെല്ലുമ്പോൾ വേറൊരു അർത്ഥം ഈ വാക്യത്തിനുണ്ട്. എന്താ ഇത്ര നേരം ചോദിച്ചുകൊണ്ടിരുന്നത്? കർത്താവിന്റെ മഹത്വത്തിൽ അവൻ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടേണ്ടതിന്, യേശുക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്, സ്നേഹത്തിൽ വേരുന്ന അടിസ്ഥാനമുള്ളവരെ നീളം ഉയരം വീതി ആഴം എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിക്കേണ്ടതിന്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയേണ്ടതിന്, അതുപോലെ കർത്താവിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യധികമായി അത്യന്തം പരമായി നമ്മിൽ ചെയ്യുവാൻ എന്തിനാൽ കഴിയുന്നവന്? നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു കാര്യമുണ്ടല്ലോ 16-ാം വാക്യത്തിൽ. എന്തായിരുന്നത്? നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. 16-ാം വാക്യം, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അപ്പൊ ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നമ്മൾ എങ്ങനെ നിറഞ്ഞു വരുന്നത്? നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുവാൻ ദൈവം അനുവദിച്ച അവന്റെ ശക്തിയാലാണ്. ആത്മാവിനാൽ നമ്മൾ ബലപ്പെടുന്നതിലൂടെയാണ്, ആത്മാവിന്റെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അനുഭവിക്കുന്നതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരുന്നത്. ഈ ശക്തിയാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്, ക്രിസ്തുവിന്റെ ശക്തി. അപ്പൊ ശരിക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പരീക്ഷണം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഈ ശക്തിയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്രിസ്തുവിന്റെ ഈ ശക്തിയാൽ നിറഞ്ഞു വരണം, ദൈവത്തിന്റെ നിറവിനാൽ നിറഞ്ഞു വരണം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സാധിക്കും? നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. നമ്മുടെ ഈ സ്വാഭാവിക മനുഷ്യന് അത് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ, നമ്മുടെ ബുദ്ധിക്ക്, മാനസികമായ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നാം ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന്. ഓക്കെ, അപ്പൊ എങ്ങനെ സാധിക്കും ഇത്? ഈ ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നമ്മൾ നിറഞ്ഞു വരിക. ഈ ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരിക എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ എഫെസ്യ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ അതൊന്നും കൂടെ പറഞ്ഞാൽ ഇത് ഇങ്ങനെയായിരിക്കും. ദൈവത്തിന് രണ്ട് തരത്തിലുള്ള നിറവുകളാണുള്ളത്. ഒന്ന് അവന്റെ അത്യന്തികമായ ശക്തി, നമ്മളിലേക്ക് പകർത്താൻ കഴിയാത്ത ദൈവികമായ ശക്തി. മറ്റൊന്ന് നമ്മളിലേക്ക് പകർത്തുന്ന അവന്റെ ഗുണങ്ങൾ. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ നമ്മളിലേക്ക് പകർത്താവുന്ന ശക്തി മാത്രമാണ് കർത്താവ് ഉപയോഗിച്ചത്. ഈവൻ വെൻ ഹി വാസ് ഗോഡ്, അവന്റെ എല്ലാ ധനവും എനിക്ക് ലഭിക്കത്തക്കവണ്ണം. അവന്റെ എല്ലാ ധനവും എനിക്ക് ലഭിക്കത്തക്കവണ്ണം അവനെ തന്നെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അപ്പോൾ എന്ത് ചെയ്തു? ദൈവം ദേഹരൂപമായി വന്നാൽ എന്തെല്ലാം ഗുണങ്ങൾ ഇവിടെ കാണിക്കാൻ പറ്റും? അല്ലെങ്കിൽ ആ മനുഷ്യൻ ഒരു മനുഷ്യനായി വന്നാൽ അവൻ എങ്ങനെയായിരിക്കും? ഒരു മനുഷ്യനായി പെരുമാറിയാൽ എങ്ങനെയായിരിക്കും? നിത്യതയിൽ ആയാലും ഒരു മനുഷ്യനായാൽ എങ്ങനെയായിരിക്കും? അത്രയും ഗുണങ്ങൾ അവൻ നമ്മളിലേക്ക് പകർത്തും. ഇതാണ് നമുക്ക് ഈ പകർത്തപ്പെടുന്ന ദൈവിക നിറവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി നെവർ ബിക്കം ഗോഡ്, വി വിൽ നെവർ ബിക്കം ഗോഡ്. നമ്മൾ ഒരിക്കലും ദൈവമാവില്ല, മനുഷ്യരായിരിക്കും. എപ്പോഴും മനുഷ്യരായിരിക്കും. ദൈവത്തിന്റെ മക്കളാവും, പക്ഷെ നമ്മൾ മനുഷ്യരായിരിക്കും. ആ മനുഷ്യരുടെ സുബോധത്താൽ മനസ്സിലാക്കാൻ പറ്റാത്തത്ര കൃപയാൽ ദൈവം നമ്മളെ നിറയ്ക്കും. അത് ദൈവിക സ്വഭാവങ്ങളാൽ നമ്മൾ നിറയ്ക്കപ്പെടും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അവന്റെ സ്നേഹമാണ്. ഓക്കെ, ആ സ്നേഹത്തിൽ വേരൂന്നുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അപ്പോ അവന്റെ ആ കഴിയുന്നവന്
ആ ക്രിസ്തു യേശുവിൽ എന്ത് ചെയ്യുന്നു? സഭയിൽ എപ്പോഴും സ്തോത്രവും മഹത്വവും ഉണ്ടായിട്ട്. അപ്പൊ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുന്നത് എന്തിനാണ്? ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നമ്മൾ നടക്കുന്നതുകൊണ്ടാണ്. അവന്റെ സാൽവേഷൻ നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ടാണ്. അവന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ വളരുന്നതുകൊണ്ടാണ്. അപ്പൊ എത്ര മനോഹരമായിട്ടാണ് എഫെസ്യ ലേഖനത്തിന്റെ 3 അധ്യായങ്ങൾ അവസാനിച്ചിരിക്കുന്നത്. നമ്മളൊന്ന് ഓൾറെഡി ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കി. നമ്മൾ ഇത്രയും നേരവും കണ്ടതും പഠിച്ചതും എല്ലാം ആ മഹാനായ വലിയവനായ ദൈവം നമ്മളിലേക്ക് പകർന്ന അവന്റെ അത്യന്തമായ കൃപാധനത്തെ കുറിച്ചാണ്. അത് നമ്മളിലേക്ക് വരുവാനുള്ള വഴി എന്താണെന്ന്, ഇറ്റ്സ് നോട്ട് ബൈ വർക്ക്സ്. You cannot become a better Christian by doing certain things. It's only by believing. എന്ത് ബിലീവ് ചെയ്യണം? എന്ത് വിശ്വസിക്കണം? വിശ്വാസത്താൽ ക്രിസ്തു വസിക്കണം. അല്ലാതെ ഞാൻ ഈ കുറെ തത്വങ്ങൾ മനസ്സിലാക്കിയാൽ പോരാ. പാസ്റ്റർ പറയുന്ന എല്ലാം എനിക്ക് വിശ്വാസം ബ്രദറെ, ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അങ്ങനെ അല്ല, അതല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തു എന്നിൽ വസിക്കണം. ജീവനായി മാറണമെങ്കിൽ ക്രിസ്തു എന്നിൽ വസിക്കണം. ആ വാസത്തിലേക്ക് നയിക്കുന്ന വിശ്വാസം. അതായത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത്. ഈ ഒരു ഫെയ്ത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ആ ഫെയ്ത്താണ് നമ്മളെ രക്ഷിക്കുന്നത്. ഓക്കെ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അപ്പോൾ ഈ ഒരു വാക്യം ഇതൊരു ഫൗണ്ടേഷൻ ആയിട്ടാണ് നമ്മൾ എഫെസ്യ ലേഖനത്തിൽ ഈ 3 അധ്യായങ്ങളെ കാണുന്നത്. ഈ 3 അധ്യായങ്ങളിലൂടെ വരുമ്പോൾ നമ്മൾ എത്ര ധനവാന്മാരാണ്. നമ്മൾ നിരാശപ്പെട്ടിരിക്കേണ്ടവരല്ല. പലപ്പോഴും നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും നേടാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഒരിക്കലും ഒന്നും ആയില്ല ഇങ്ങനെയുള്ള കരച്ചിലാണ്, അല്ലെ? എത്രയോ നാളായിട്ട് വിശ്വാസത്തിലായിട്ട് ഒന്നും ആയില്ല. സഹോദരങ്ങളെ, നമ്മൾ വലിയ ധനവാന്മാരാണെന്ന് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു ധനം ദൈവം നമുക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. എന്നാൽ അത് അനുഭവിക്കുന്നത് നമ്മൾ വിശ്വാസത്താൽ മാത്രമേ പറ്റൂ. ഇഫ് യു ട്രസ്റ്റ് ദ ലോർഡ്, ആ വലിയ ധനത്തിന് നമ്മൾ അവകാശികളായി മാറും. എന്നിട്ട് പൗലോസ് അടുത്തൊരു സ്റ്റെപ്പ് വെക്കുന്ന 4-ാം അധ്യായത്തിലേക്ക് വെക്കുന്ന സ്റ്റെപ്പ്, അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. എങ്ങനെയാണെന്നറിയാമോ? ഈ ക്രിസ്തുവിന്റെ ധനമെല്ലാം എങ്ങനെ വിനിയോഗിക്കണം, അതിന്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആണ് 4-ാം അധ്യായം തൊട്ട് കാണുന്നത്. ഈ കൃപാധനത്തിന്റെ എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് 4-ാം അധ്യായം തൊട്ട് പോയത്. ആദ്യം സഭയിൽ, ഏറ്റവും പ്രധാനമായിട്ട് സഭയെക്കുറിച്ചാണ് പറയുന്നത്. സഭയെക്കുറിച്ച് പറഞ്ഞ ശേഷം കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച്. നമ്മൾ ഈ കല്യാണത്തിന്റെ സമയത്തൊക്കെ 5-ാം അധ്യായം 22-ാം വാക്യം പെട്ടെന്ന് എടുത്ത് വായിച്ച് 2 വാക്യം പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും, അയ്യോ ഇതെല്ലാം എങ്ങനെ ചെയ്യും? കാരണം അത് നടക്കുന്ന കാര്യമാണോ? അല്ലെ? 5:22 നടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? 5:22 എന്താ പറയുന്നത്? ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ എന്ന പോലെ സകലത്തിനും കീഴടങ്ങുവിൻ. അത് നടക്കുന്ന കാര്യമല്ല. നമ്മൾ പിന്നെ അറിയാം. അറ്റ്ലീസ്റ്റ് ഭാര്യമാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിലും ഭർത്താക്കന്മാർക്ക് ഇതിനകം മനസ്സിലായി കാണും നടപ്പാകുന്ന പരിപാടിയാണെന്ന് തോന്നുന്നില്ല. അതുപോലെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുകയും. ഭാര്യമാർ ആദ്യമൊക്കെ പ്രതീക്ഷ കാണും, ഈ പുള്ളി ബൈബിൾ വായിക്കുന്ന ആളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സ്നേഹമൊക്കെ കിട്ടുമായിരിക്കും. കുറെ കഴിയുമ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലാവും ഇതൊന്നും നടക്കുന്ന കാര്യം. ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ ഭയങ്കര പവറായിട്ട് പറയാമെങ്കിലും ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒന്നും കാരണം അത് അങ്ങനെ നടപ്പാവുന്ന ഒരു കാര്യം അല്ല. അത് എങ്ങനെ നടപ്പാവുന്നതെന്നാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. എങ്ങനെയാണ് നടപ്പാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഹാപ്പൻസ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ അത് സംഭവിക്കും. അപ്പോൾ എഫേസ്യർ 1:1 മുതൽ 3 വരെ വായിക്കാതെ പെട്ടെന്ന് 5-ാം അധ്യായത്തിന്റെ ഒരു വാക്യം എടുത്തു കഴിഞ്ഞാൽ ആ വാക്യം നമുക്ക് എങ്ങനെ അനുസരിക്കേണ്ടതെന്ന് മനസ്സിലാകത്തില്ല. അത് മനസ്സിലാകണമെങ്കിൽ ദർ ഇസ് എ പ്രോസസ്. ക്രിസ്തു നമ്മൾ വസിക്കുകയും അവന്റെ ബലത്താൽ നമ്മൾ ബലപ്പെടുകയും അവന്റെ സ്നേഹത്താൽ നമ്മൾ നിറയുകയും, അഗപ്പയുടെ എക്സ്പ്രഷൻസ്, ഈ അഗപ്പയുടെ എക്സ്പ്രഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും നമുക്ക് സഭ. അതിനുവേണ്ടിയാണ് കുടുംബം, അതിനുവേണ്ടിയാണ് എല്ലാം. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ എന്തുമാത്രം നമ്മൾ നിറയപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. ലോകത്തിന് സ്നേഹമുണ്ട് കേട്ടോ. ലോകം സ്നേഹമില്ലാത്ത ലോകമൊന്നുമല്ല നമ്മുടെ ചുറ്റുമുള്ളത്. ഭയങ്കര സ്നേഹമുള്ള ലോകമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എന്തുമാത്രം ഫിലാന്ത്രോപ്പിക് ആയിട്ടുള്ള വർക്കുകളാണ് ഈ ലോകത്ത് നടക്കുന്നത്. എത്ര പേരെ സഹായിക്കുന്നു ഒക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ഈ ഡിവൈൻ ലവ് എന്ന് പറയുന്ന അതൊരു നേച്ചർ, നമ്മുടെ ഒരു സ്വഭാവമായിട്ട് മാറുന്ന ഒരു സ്നേഹമുണ്ട്. ഈ സ്നേഹം എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക്
പകർത്തുന്നത് എന്നുള്ളതിൻ്റെ ആ സ്നേഹത്തിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് എഫേസ്യ ലേഖനത്തിൽ വരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഗലാത്യ ലേഖനം അവസാനിച്ചത് ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. 5-ാം അധ്യായം. ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്? എഫേസ്യ ലേഖനം ഇത്രയും നേരം അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഇനി അടുത്തത് ഇതിനെങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്? ഹൗ ഡു യു ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ഇൻ യുവർ ചർച്ച്? എങ്ങനെ സംഭവിക്കും? ഈ ചർച്ചിൽ ഇത് വിതരണം ചെയ്യപ്പെടുന്നതിന് ചില പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. 1-ാം വാക്യം 4:1 പറയുന്നത്, അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ therefore എന്നൊരു പ്രയോഗമുണ്ട്. അതുകൊണ്ട്. ഈ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഇവിടെ. പക്ഷെ എന്താണോ മലയാളത്തിൽ അത് കാണുന്നില്ല. I therefore, the prisoner of the Lord, beseech you that you walk worthy of the vocation wherewith you are called. നിങ്ങളെ വിളിച്ച വിളിക്കൊത്തവണ്ണം. എന്താ വിളി? എന്താ വിളി? എന്താ വിളി എന്നാ മനസ്സിലായത്? ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരാനുള്ളൊരു വിളി. ക്രിസ്തു ഹൃദയത്തിൽ വസിച്ച് പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം നിറഞ്ഞ് അനുസരണമുള്ളവരായി മാറാനുള്ളൊരു വിളി. ആ വിളിയിലേക്ക്, വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം അങ്ങനെ ഒരു നടപ്പ് നടക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പ്രിസണിൽ നിന്നുകൊണ്ട്, ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയണ, കർത്താവ് നിമിത്തം പ്രിസണിലായിരിക്കുന്ന, ബന്ധനസ്ഥനായിരിക്കുന്ന ഞാൻ, ഐ therefore the prisoner of the Lord, കർത്താവിന്റെ നാമത്തിൽ ബദ്ധനായി പോയ, അകത്താക്കപ്പെട്ട, പ്രിസണിലാക്കപ്പെട്ട ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണ്? നിങ്ങളെ വിളിച്ചൊരു വിളിയുണ്ട്. ആ വിളി എന്തിനു വേണ്ടിയുള്ള വിളിയാ? സ്വർഗത്തിൽ പോകാനുള്ള വിളി എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മൾ സ്വർഗത്തിൽ പോകും, അതല്ല വിളി. വിളി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ എല്ലാ നിറവിനാലും, ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരാനുള്ളൊരു വിളിയാണ്. ആ വിളിക്ക് യോഗ്യമാവണ്ണം നമ്മൾ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഗമയായിരിക്കും അത്. നമ്മളിവിടെ കോട്ടൊക്കെ സ്യൂട്ട് വിട്ട് കോളറൊക്കെ അഡ്ജസ്റ്റ്, ആ ഗമയല്ല. നമ്മുടെ അകത്തുള്ളൊരു അഭിമാനമുണ്ട്. കർത്താവ് എന്നെ വിളിച്ചേക്കുന്ന വിളിക്ക്, ആ വിളി, ദൈവമേ നിന്റെ വിളിക്കായി, തെരഞ്ഞെടുപ്പിനായി സ്തോത്രം, അങ്ങനെ നടക്കാൻ എനിക്ക് ഒരു അഭിമാനമാണ്. ആ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാൻ. അപ്പൊ നമ്മളെ ദൈവമക്കളെന്ന് ആൾക്കാർ കാണും. നമ്മൾ ദൈവമക്കളെന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും വെളിപ്പെടുന്നൊന്നും ഇല്ലെങ്കിലും ഇത് നമ്മുടെ ഉള്ളിലൊരു ഒരു ഒരു നിയമമായി എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. ഞാൻ, കർത്താവ് എന്നെ തെരഞ്ഞെടുത്തത് അവന്റെ ആട്രിബ്യൂട്ട്സിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഹൂ ഈസ് ഗോഡ് എന്ന് ഈ ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അവന്റെ സ്നേഹം എന്താണെന്ന് മറ്റുള്ളവർ അറിയാൻ വേണ്ടിയാണ്. നമ്മൾ സാക്ഷികളാണ്, വിറ്റ്നസസ് ആണ്, സ്നേഹം പ്രാപിച്ചവരാണ്. ഓക്കെ. അപ്പോൾ അവിടെ പറയുന്നത്, ഈ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവാൻ എന്ത് ചെയ്യണം? പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഗലാത്യ ലേഖനം 5:22 പറയുന്ന ആത്മീക കൃപ ഫലങ്ങളെക്കുറിച്ച്, അവന്റെ ഫലങ്ങളെക്കുറിച്ച് തന്നെ എവിടെയും പറയുന്നു. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അപ്പൊ there is a unity of spirit. നമുക്ക് ആത്മാവിന്റെ ഒരു ഐക്യമുണ്ട്. നമ്മളെല്ലാവരുടെ ഉള്ളിൽ ഒരേ ആത്മാവാണ്. ഈ ഐക്യം സമാധാനം ഉണ്ടാക്കുന്ന ബന്ധങ്ങളായി മാറണം. ഒരേ ആത്മാവാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ തമ്മിൽ ഇപ്പൊ നമ്മളിവിടെ 41 പേരുണ്ട്. 41 പേർക്ക് ഒരേ ആത്മാവാണ്. ഒരു സഭ ഇങ്ങനെ ഇരിക്കാന്ന് വെച്ചേക്കാം. ഓക്കെ, ചുറ്റും ഒന്ന് നോക്കിക്കോ, ചുമ്മാ ഇത്ര ആൾക്കാരോട് ഇരിപ്പുണ്ട്. അപ്പൊ ഇവിടുത്തെ ഡിമാൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എല്ലാവർക്കും ഒരേ ആത്മാവാണെങ്കിൽ നമ്മൾ തമ്മിൽ എല്ലാം എന്തുണ്ടാകണം? സമാധാന ബന്ധങ്ങൾ ഉണ്ടാകണം. ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ഒരാളോട് സമാധാന ബന്ധമുണ്ട്. ആ സമാധാന ബന്ധം ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയോ? വേറൊരാളുടെ കുറ്റം പറഞ്ഞിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇന്ന് പല ഹ്യൂമൻ റിലേഷൻഷിപ്സ് ഉണ്ടാകുന്നത് തന്നെ മൂന്നാമത് ഒരാളുടെ കുറ്റം പറഞ്ഞ. ഒരു വീട്ടിൽ ഒരമ്മയമ്മയും മരുമകളും ഉണ്ട് എന്നിരിക്കട്ടെ. ആ മരുമകൾക്ക് അനേകം സുഹൃത്തുക്കൾ ഉണ്ടാകുന്ന ഒരുപക്ഷെ അമ്മായിമ്മയുടെ കുറ്റം അവരും കണ്ടിട്ടുള്ളതുകൊണ്ടും മ്യൂച്വലായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഒരു വിഷയമുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, പല കോൺവെർസേഷൻസും പല റിലേഷൻഷിപ്പും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുണ്ടായതാണ്. അപ്പൊ 4 പേരോട് സമാധാനം ആചരിക്കുകയും 40 പേരോട് എന്താ പറയുന്നത് ദുഷ്ടമനോഭാവം വയ്ക്കുകയും, അല്ലെ 40 പേരോട് സമാധാനം ആചരിക്കുകയും ഒരാളോട് സമാധാനം ആചരിക്കാതിരിക്കുകയും ചെയ്താൽ ഇതെല്ലാം ആത്മാവിന്റെ ഐക്യതയ്ക്കെതിരെയുള്ള കാര്യമാണ്.
നമ്മൾ ഒരാളുടെ കുറ്റം പറഞ്ഞുണ്ടാക്കുന്നതല്ല ഐക്യം എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഹൃദയ നുറുക്കത്തോടെ കർത്താവിന്റെ കൃപ അനുഭവിച്ചവരായതുകൊണ്ട്. അപ്പം ആത്മാവിന്റെ ഐക്യം എവിടെ എത്തണം? സമാധാന ബന്ധത്തിലെത്തണം. സമാധാനം ഉണ്ടാക്കുന്ന പീസ് ബോണ്ടുകൾ, പീസ് ബോണ്ടിങ്സ്, എല്ലാവരുമായിട്ട് സമാധാനം ആചരിക്കണം. ഓരോ വ്യക്തികളുമായിട്ട് സമാധാനം ആചരിക്കാൻ സ്നേഹത്തിന്റെ ഓരോ പ്രയോഗങ്ങളായിരിക്കും വേണ്ടത്. അവിടെ ലജ്ജ കൂടാതെ അത് എക്സ്പ്രസ് ചെയ്യുവാൻ നമുക്ക്, കാരണം ഇത് എക്സ്പ്രസ്ഡ് ലവ് ആണ് ചർച്ചിനകത്തുള്ളത്. കർത്താവ് ഭയങ്കര എക്സ്പ്രസീവ് ആയിരുന്നു. ഹി എക്സ്പ്രസ്ഡ് ഹിസ് ലവ്. ഞാൻ അക്കാര്യത്തിൽ ഒത്തിരി കുറവുള്ള ഒരാളാണ്. എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര പാടുള്ള, ബേസിക്കലി ആൻ ഇൻട്രോവേർട്ട്. പക്ഷെ കർത്താവ് എന്നത് പഠിപ്പിച്ചുകൊണ്ടിരിക്കും പലരിലൂടെ, ഹൗ ടു എക്സ്പ്രസ് അഗപ്പെ. അത് ഞാൻ ജയിക്കുന്നുള്ളതായിട്ട് പലർക്കും തോന്നിയിട്ടില്ല. പലരും ഞാൻ അധികം ഇടപെടാത്ത, എനിക്കൊന്നാമത് ഈ ഫോൺ എടുക്കുന്നതും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. ഈ ഫോണിൽ സംസാരിക്കുക, ആളുടെ മുഖം കാണാതെ സംസാരിക്കാൻ വളരെ പ്രയാസമുള്ള ഒരാളാണ്. ഇന്ന് ഫോൺ ചെയ്യേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു. എനിക്കൊരാളുടെ മുഖം കണ്ടില്ലെങ്കിൽ സംസാരിക്കാൻ ഭയങ്കര പാടാണ്. എന്തെന്നറിയില്ല. ഇപ്പം തന്നെ ഒരു വലിയ പങ്ക് ആൾക്കാരും ഇരുട്ടിലിരിക്കുകയാണെങ്കിലും ഒരു 3-4 പേരെ എനിക്ക് കാണാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്, അല്ലെ ഞാനിങ്ങനെ പറയില്ല. So it's very irritating for me to speak to someone without seeing him. അല്ലെങ്കിൽ പിന്നെ അതുപോലെ പരിചയം ഉണ്ടാവും. അതുപോലെ പരിചയം ഉണ്ടെങ്കിൽ അത്ര കുഴപ്പം. അതെൻ്റെ ഒരു പ്രോബ്ലം. അപ്പം ഇത് സ്നേഹ കുറവുകൊണ്ടല്ല. ഐ നോ അഗപ്പെ ഈസ് സംതിങ് ദാറ്റ് ഹാസ് ടു ബി എക്സ്പ്രസ്ഡ്. അത് എക്സ്പ്രസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് എക്സ്പ്രസ് ചെയ്യപ്പെടണം എങ്കിൽ മാത്രമേ സമാധാന ബോണ്ടുകൾ ഉണ്ടാവുകയുള്ളൂ. ഈ സമാധാന ബോണ്ടുകൾ ഉണ്ടാകണമെങ്കിൽ ലവ് ഷുഡ് ബി എക്സ്പ്രസ്ഡ്. പക്ഷെ അങ്ങനെ ലവ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകണം. അതല്ലാതെ ചുമ്മാ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം വേറെ രീതിയിലൊക്കെ ആയിപ്പോകും, മാനുഷികമായി പോകും. ഈ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ കുറച്ച് സ്പിരിച്വൽ ക്വാളിറ്റീസ് അവിടെ വേണം. കാരണം അതിന്റെ ടോപ്പിലാണ് ലവ് വരുന്നത്. എന്തൊക്കെയാണ്? പൂർണ്ണ വിനയം, സൗമ്യത, ദീർഘക്ഷമം, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. എന്താണ് വിനയം എന്ന് പറയുന്നത്? ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ എന്തോ ഒരു വിനയമാണ്, എന്ത് സോഫ്റ്റ്. ഈ സോഫ്റ്റ്നെസ് അല്ല വിനയം എന്ന് പറയുന്നത്, തന്ത്രമാണ് മനുഷ്യന്റെ. A soft person is not necessarily a humble person. വളരെ വിനയത്തോടെ ഇടപെടുന്ന ആൾക്കാര് ചിലപ്പോൾ നമ്മളിൽ നിന്നും അതേ വിനയം പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പൊ പോയി. വേറൊരാളിൽ നിന്ന് വിനയം പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ആള് പോയി. അല്ലെങ്കിൽ പുള്ളിക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിൽ വേറെ ഡിമാൻഡുകളൊക്കെ കാണും. അത് പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം വരുമായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്നൊന്നും വിനയത്തിന്റെ ഭാഗമല്ല. ഹംബിൾനെസ് എന്ന് പറയുന്നത് എന്താ? വാട്ട് ഈസ് ക്രിസ്ത്യൻ ഹംബിൾനെസ്? എനിക്കതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് വന്നുള്ള യെശയ്യാവിനെ. യെശയ്യാവ് ഭയങ്കര ഒട്ടും ഹംബിൾ അല്ലാത്ത ആളായിരുന്നു ആദ്യമൊക്കെ വായിക്കുമ്പോൾ. എന്നാൽ ഒരൊറ്റ വിഷനാണ് യെശയ്യാവിനെ ഹംബിളാക്കി മാറ്റിയത്. അതായത് ദൈവത്തിന്റെ തേജസ്സിന് മുമ്പിൽ ഞാനും എൻ്റെ ചുറ്റുമുള്ള സഹോദരങ്ങളും ഒരുപോലെ അധർമ്മം ഉള്ളവരാണെന്ന്, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളവരാണെന്നുള്ള തിരിച്ചറിവുണ്ടാകും. അപ്പൊ എനിക്ക് ഹംബിൾനെസ് ഉണ്ടാകണേ ഞാൻ എന്തുമാത്രം ഉണ്ടെന്ന് കർത്താവിന് മുമ്പിൽ പരിശോധിക്കപ്പെടണം. ആ വിഷനിൽ നിന്നാണ് എനിക്ക് ഹംബിൾനെസ് ഉണ്ടാകുന്നത്. ഞാൻ ഒരിക്കലും കർത്താവിന് മുമ്പിൽ എന്നെ പരിശോധിക്കുന്നില്ലെങ്കിൽ എനിക്കെപ്പോഴും എനിക്ക് എന്താ കുഴപ്പം എന്നുള്ളൊരു ഫീലിംഗ് മാത്രമേ ഉണ്ടാവും. എന്നാൽ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ തുറന്ന് പൊളിഞ്ഞു പാലീസാവുന്ന ഒരു സമയമുണ്ട്, ഒരു മോമെന്റ് ഉണ്ട്, ക്രൈസിസ്. അതെല്ലാ വിശ്വാസിയും അനുഭവിക്കണം. You need to be completely exposed before the Lord. അങ്ങനെ കർത്താവിന് മുൻപിൽ പൂർണ്ണമായും എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഹംബിൾനെസ് ഉണ്ടാകുന്നത്. കർത്താവെ, എത്ര അൺഡിസേർവിങ് ആണ് ഞാൻ, നീ എന്തിനാണ് എന്നെ സ്നേഹിച്ചതെന്നൊരു ചോദ്യം എനിക്കുണ്ടാവും. ചുറ്റുമുള്ളവർ നോക്കുമ്പോൾ അവനെയൊക്കെ സ്നേഹിച്ചാൽ പോരായിരുന്നു, അവനൊക്കെ എന്നേക്കാൾ എത്ര ഭേദമാണെന്ന് തോന്നും. കർത്താവ് എനിക്കിത് എപ്പോഴാ തന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല ശരിക്കും.
രക്ഷിക്കപ്പെടുന്ന സമയത്തുണ്ടായ ഒരു ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒത്തിരി കാര്യമായിട്ട് നന്നായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോഴും നന്നായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആ കാര്യത്തിൽ. ബട്ട് എവിടെയൊക്കെയോ പല എക്സ്പീരിയൻസിലൂടെ ഞാൻ വെറും പൊട്ടയാണെന്ന് കർത്താവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇറ്റ്സ് ലവ് അൺക്വാളിഫൈഡ് ദാറ്റ് ഹാസ് സെർച്ച്ഡ് മീ ആൻഡ് ഫൗണ്ട് മീ ഔട്ട്. അതുകൊണ്ട് ഞാൻ ഹമ്പിൾ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ? ദിസ് ഇന്റേണലി ദാറ്റ് ക്രൈസിസ് എക്സ്പീരിയൻസ് ഇസ് ദെയർ. ഇനി അത് സമാധാന ബന്ധത്തിലേക്കും എൻ്റെ സ്വഭാവത്തിലേക്കും എത്താൻ ദറ്റ്സ് എ പ്രോസസ് ഓഫ് സയന്റിഫിക്കേഷൻ ആൻഡ് ദാറ്റ് ഗോസ് ഓൺ. അപ്പൊ ഹംബിൾനെസ് എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ അവസ്ഥ കർത്താവിന് മുമ്പിൽ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടപെട്ടാൽ പോകാന്നറിയാം. ഐ എം നോട്ട് വർത്തി, ബേസിക്കലി നോട്ട് വർത്തി. എന്നാൽ എന്നിൽ വസിക്കുന്ന ക്രിസ്തു മൂലം സകലവും എനിക്ക് സാധ്യമാണ്. Humble at the same time approved, broken at the same time made whole by Christ. തകർന്നവരാകണം, എന്നാൽ അതേ സമയത്ത് കർത്താവ് നമ്മെ പെർഫെക്റ്റ് ചെയ്തവരുമാണ്. So this is what it means to be humble. ഇത് കർത്താവ് നമുക്ക് തരുന്ന ഒരു വിഷനിലൂടെ മാത്രമേ, നമുക്ക് നമ്മളെ തന്നെ കർത്താവ് വെളിപ്പെടുത്തുന്നെങ്കിൽ മാത്രമേ നമ്മൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ടാവുകയുള്ളൂ. We will see the rest of the verses next Wednesday morning. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.